അൻവർ MLA സ്ഥാനം രാജിവെച്ചു. രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറി. PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചു. സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. തൃണമൂൽ കോൺഗ്രസിൽ ചേരുമ്പോൾ അയോഗ്യത വരുന്നത് തടയാനാണ് രാജിവെച്ചത്. കാലാവധി തീരാൻ 1.25 വർഷം ബാക്കി നിൽക്കെയാണ് രാജി. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് തീരുമാനം. സ്വതന്ത്ര MLA ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാക്കപ്പെടും. ഇത് മുന്നിൽ കണ്ടാണ് രാജി തീരുമാനം. മമതാ ബാനർജിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അൻവർ തിരുവനന്തപുരത്തെത്തിയത്. രാജിവെച്ച ശേഷം നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കുമ്പോൾ അടിതെറ്റിയാൽ സംരക്ഷിക്കാമെന്ന ഉറപ്പ് മമത നൽകിയതായാണ് സൂചന. 4 മാസത്തിനു ശേഷം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലടക്കം പരിഗണിച്ചേക്കും. 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല TMC അൻവറിന് നൽകിയിട്ടുണ്ട്. LDF പാളയത്തിൽ നിന്ന് പിണങ്ങിയിറങ്ങിയ അൻവറിന്റെ UDF പ്രവേശനം അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ സാധ്യമായില്ല. തുടർന്നാണ് തൃണമൂലിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള അൻവറിന്റെ തീരുമാനം. അതേസമയം അൻവർ എവിടേക്കാണ് പോവുക എന്ന് പറയാൻ പറ്റില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അൻവർ അവസാനം UDFൽ എത്തുമെന്നും വാചക കസർത്ത് കൊണ്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ ദിവസവും ഓരോ സ്ഥലത്തേക്കാണ് അൻവറിന്റെ പോക്ക്. അവസാനം അൻവർ UDFൽ തന്നെ എത്തും. കേരളത്തിൽ LDF UDF എന്നീ 2 ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനിടയിൽ നിന്ന് പോകാൻ സാധിക്കുന്ന യാതൊരു സാഹചര്യവും കേരളത്തിലില്ല. അതുകൊണ്ട് അൻവറിന്റെ സ്ഥാനം UDFലായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വാചക കസർത്ത് കൊണ്ട് കേരള രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു.